Hi friends. Welcome to Arutan's World. പോകാം വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ അൺബോക്സിംഗ് വീഡിയോ. ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ജാബ്രയുടെ ഇൻവോൾവ് 30 വെർഷൻ 2 എന്ന ഹെഡ്ഫോണാണ്. ഇതൊരു പ്രൊഫഷണൽ ഹെഡ്സെറ്റാണ്. ഹെഡ്സെറ്റ് നോർമലി വരുന്നത് ഇങ്ങനെയുള്ളൊരു പാക്കിങ്ങിലാണ്. ഒരു പ്ലാസ്റ്റിക് പാക്കിങ്ങും ഒരു ഫോം ബേസ്ഡ് ഒരു ലെതർ ബാഗും ഉണ്ടാവും ഇതിനകത്ത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സിനകത്തൊരു കിക്ക് സ്റ്റാർട്ട് ഗൈഡും ഒരു ബുക്ക്ലെറ്റും ഇതിനകത്തോട് വരുന്നുണ്ട്. ഇതിനകത്ത് കണക്ഷൻ്റെ ഇൻസ്ട്രക്ഷനും ബാക്കി കൺട്രോളിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനിതൊരു 90+ ക്വാണ്ടിറ്റി നമ്മുടെ ഓഫീസ് പർപ്പസിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. 3 to 6 months ആയി. ഇതുവരെ ഏറ്റവും വലിയ ഇഷ്യൂസൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ലാസ്റ്റ് വന്ന 2 പീസ് നിങ്ങൾക്ക് വേണ്ടി അൺബോക്സ് ചെയ്യുന്നത്. ലോങ് ഡ്യൂറേഷൻ കോൾസിന് ബെസ്റ്റ് ഹെഡ്ഫോണാണിത്. കാര്യം ഇതിൻ്റെ ഇയർ പാഡൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ലെതർ ഫിനിഷ് ഫോം വെച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു സ്ട്രെസ്സ് തോന്നത്തില്ല ഇയറിന്. ഓക്കെ, ഇതിനകത്ത് മൈക്കാണ്, ഇൻബിൽഡ് മൈക്കാണ് വരുന്നത്. ആ മൈക്ക് നമുക്ക് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ഫിനിഷിനകത്ത് നമുക്ക് ഹെഡ്ഫോണിൽ തോന്നും. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇയർ ഫോംസ് നല്ല രീതിയിലുള്ള ഒരു ലെതർ ഇയർ ഫോംസാണ്. നമുക്കൊരു സ്ട്രെസ് വരാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹെഡ്ഫോണിൻ്റെ 2 സൈഡിലും ജാബ്ര എന്ന് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പാൻഡബിൾ ടൈപ്പാണ്. അപ്പം നമുക്ക് ഹെഡിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് അത് വയ്ക്കാൻ പറ്റുന്നത്. സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ കൂടെ തരുന്ന പൗച്ച് എന്ന് വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇൻവോൾവ് 75 വാങ്ങിയിട്ടുണ്ടായിരുന്നു. സെയിം ഒരു പ്രോസസ്സ് തന്നെയാണ്. വേറെ അതൊരു വയർലെസ് ഹെഡ്സെറ്റ് ആണെന്നേ ഉള്ളൂ. ഇതതിൻ്റെ കൺട്രോളാണ്. ഹെഡ്സെറ്റിൻ്റെ എൻഡ് വരുന്നത് USB ആണ്. അതൊരു കൺട്രോൾ വഴി ഔട്ട്പുട്ട് വരുമ്പോഴാണ് USB വരുന്നത്. അല്ലാതെ വരുമ്പോൾ നോർമലി ഇത് 3.5 mm ജാക്ക് തന്നെയാണ്. ആ 3.5 mm ജാക്ക് ഈ കൺട്രോളിനകത്ത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് USB ഔട്ട്പുട്ടായിട്ട് എടുക്കാം. കൺട്രോളിൻ്റെ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷനിലും പോയിട്ട് വരാം. ഓക്കെ, ഇത് നമുക്കിനി ലാപ്ടോപ്പിലും സ്മാർട്ട് ഫോണിലും ഐപാഡിലും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ലാപ്ടോപ്പിൽ നമുക്ക് USB പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് USB തന്നെ കണക്ട് ചെയ്യാം ഡയറക്റ്റ്ലി. അതില്ലാത്ത ലാപ്ടോപ്സാണ് നമുക്ക് ആ കൺട്രോളർ മാറ്റിയിട്ട് 3.5 തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം. സ്മാർട്ട് ഫോണിന് 3.5 mm ജാക്കുള്ളവർക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ഇതിന് തന്നെ 2 വേരിയേഷൻ വരുന്നുണ്ട്. USB-A സീരീസും USB-C സീരീസും വരുന്നുണ്ട്. C സീരീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോൺസിലെല്ലാം നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ എൻ്റെ നോർമൽ USB അല്ലാതെ USB-C ടൈപ്പ് ആയിരിക്കും. ഇതൊരു ഇൻവോൾവ് 75ൻ്റെ ഇയർ കുഷ്യൻ പാഡ് റീപ്ലേസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ്. കുറച്ച് ഫ്രണ്ട്സ് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ജാബ്ര സപ്പോർട്ടിൽ നിന്ന് എടുത്ത ഒരു ഡീറ്റെയിൽസാണ്. അത് ഞാനൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ദയവായി നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.